الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه من تبعهم بإحسان إلى يوم الدين أما بعد. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഖുർആൻ ഓതാം അല്ലേ? നമുക്ക് ഫസ്റ്റ് ഖുർആൻ ഓതിക്കൂടെ? അപ്പോൾ മുപ്പര് വന്നതിന് ശേഷം ക്ലാസ് എടുക്കാമല്ലോ. മുപ്പരിപ്പ് വരും. അപ്പോൾ റോഫ് ഓതിക്കോ, സൂറത്തുൻ നൂർ ഓതിക്കോ. നമ്മൾ സൂറത്തുൽ മുഅ്മിനൂൻ തീർന്നിട്ടുണ്ട്. സൂറത്തുൻ നൂർ സ്ത്രീകൾക്ക് പഠിക്കൽ സുന്നത്തായ സൂറത്താണ് സൂറത്തുൻ നൂർ. അറിയോ? സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചിരുന്നു സ്ത്രീകൾക്ക് ഈ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കണം, ഹിഫ്ള് ചെയ്യിപ്പിച്ചു കൊടുക്കണം, ഇതിൻ്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം. ഒരുപാട് ശിക്ഷാ നടപടികളെ കുറിച്ചിട്ട് ക്രിമിനോളജി നമ്മൾ പറഞ്ഞില്ല, ഫിഖ്ഹിൽ ജിനായാത്ത് എന്ന് പറയുന്നത് ക്രിമിനോളജിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇസ്ലാമിൻ്റെ ശിക്ഷാ നടപടികളും വിധികളും ഈ സൂറത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ റസൂലുള്ളാഹിയുടെ പത്നിയായിരുന്ന ആയിഷ ബീവിക്കെതിരെ ഒരു അപവാദ പ്രചാരണം നടന്നിരുന്നു, ഒരു വ്യഭിചാരാരോപണം നടന്നിരുന്നു. അപ്പോൾ ആ വ്യഭിചാരാരോപണം അത് വ്യാജ വാർത്തയാണെന്നും മുനാഫിക്കുകൾ പടച്ചുണ്ടാക്കിയ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെന്നും പറഞ്ഞ് അള്ളാഹു ആയിഷ ബീവിയെ പരിശുദ്ധയാക്കിക്കൊണ്ട് പതിവ്രതയാണെന്ന് തെളിയിച്ചുകൊണ്ട് പിന്നെ അവതരിപ്പിച്ച ആയത്തുകളും ഈ സൂറത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് ഓതാം. അപ്പോൾ സൂറത്തിൻ്റെ മഹത്വം പറഞ്ഞതാണ്. നൂറ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രകാശം. യെസ്, ബ്രൈറ്റ്നസ്. പിന്നെ ഓതിക്കോളി, ശ്രദ്ധിച്ചോതിക്കോളി. അതെ, ശ്രദ്ധിച്ചോദണേ. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ ബയ്യിനാത്തിന്ന് വരൂല കേട്ടോ, ആയാത്തിൻ ബയ്യിനാത്തിന്ന് വരോ? ആയാത്തിൻ ബയ്യിനാത്തിൻ ലഅല്ലകും തദക്കറൂൻ. അവിടെ നമ്മൾ കുറേ വട്ടം പറഞ്ഞല്ലേ, ബയ്യിനാത്തിൻ ലഅല്ലകും എന്ന് കേൾക്കരുത്, നൂന് കേൾക്കരുത്, തൻവീന് കേൾക്കരുത്, ലാമു വന്നു കഴിഞ്ഞാൽ. ബയ്യിനാത്തില്ല, തായിന് കസ്റും ഷദ്ദുള്ള ലാമു എന്ന് പറഞ്ഞു നോക്കി, അത്രയേ ഉള്ളൂ. ബയ്യിനാത്തില്ല, തില്ല തില്ല തില്ല, യെസ്. الزانية والزاني فاجلدوا كل واحد منهما مئة جلدة ولا تأخذكم بهما رأفة في دين الله كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين.
الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها والزانية لا ينكحها إلا زان أو مشرك. والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين وحرم ذلك على المؤمنين. وحرم ذلك حرم على لا المؤمنين وحرم وحرم ذلك على المؤمنين حرم എന്ന് പറയുക കേട്ടാ. والذين റായിന് കസർ വന്നു കഴിഞ്ഞാൽ നേർപ്പിക്കേണ്ട. وحرم ذلك وحرم ذلك على المؤمنين ഒന്നും കൂടെ നമ്മൾ അസാനിയത്തു വസ്സാനി അല്ലേ. സാനിയത്ത് പറഞ്ഞാൽ വ്യഭിചാരിണിയായ സ്ത്രീ, സാനി എന്ന് പറഞ്ഞാൽ വ്യഭിചാരിയായ പുരുഷൻ. അവർ രണ്ടുപേരെയും 100 അടി അടിക്കണം. അവിവാഹിതരായ വ്യഭിചാരത്തിൽ ഏർപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ 100 അടിയും നാടുകടത്തലുമാണ് ഇസ്ലാമിൻ്റെ ശിക്ഷാ നടപടി. വിവാഹമതികളായ വിവാഹം കഴിച്ച സ്ത്രീ പുരുഷന്മാർ വ്യഭിചാരത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വധിച്ചു കളയലാണ് ഇസ്ലാമിൻ്റെ നിയമ നടപടി പരസ്യമായി. എന്ന് പറഞ്ഞാൽ ഇസ്ലാം വ്യഭിചാരത്തിനുള്ള എല്ലാ മാർഗങ്ങളും അടച്ചു കളയുന്നുണ്ട്. നോക്കിപ്പോവരുത്, കണ്ടുപോവരുത് എന്നൊക്കെ പറഞ്ഞിട്ടും ഒരാൾ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു, അതിന് 4 സാക്ഷികൾ സാക്ഷിത്വം വഹിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ എറിഞ്ഞു കൊല്ലുകയാണ് ശിക്ഷാ നടപടി. ഒന്നും കൂടെ ഓതിയ ആയത്ത് അസ്സാനി ലാ യൻകിഹു إلا زانية أو مشركة والزانية لا ينكحها إلا زان لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين وحرم ذلك على المؤمنين yes والذين يرمون المحصنات ثم لم يأتوا ب4 شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا ولا تقبلوا لهم شهادة أبدا yes وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم yes والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات ഒന്നും കൂടെ പിന്നെ വലം യകുൽ ലഹും ശുഹദാഉ ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم أنفسهم نلا أنفسهم إلا أنفسهم فشهادة أحدهم 4 شهادات بالله yes അവിടെ നിർത്താൻ പറ്റൂല. അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ശേഷം എടുത്ത് ഓതാൻ പറ്റില്ല. മുകളിലൊരു ലാമ് കണ്ടോ, ബില്ലാഹിന്റെ മുകളിൽ ആ ലാമ് അറിയിക്കുന്നത് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ശേഷം എടുത്ത് ഓതരുത്. തൊട്ട് മുമ്പ് എടുത്ത് ഒന്നിരിക്കൽ അവിടെ നിർത്തരുത്. നിർത്തിക്കഴിഞ്ഞാൽ ശേഷം എടുത്ത് ഓതരുത്. അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് 4 ഷഹാദാത്തിൻ ബില്ലാഹ് അവിടെ നിർത്തി ഓതേണ്ടി വരും.
إنه لمن الصادقين. അവിടുന്ന് എടുത്ത് ഓതാൻ പറ്റില്ല. അർബഉ അവിടുന്ന് എടുത്ത് ഓതണം. ഇന്നഹൂന്ന് എടുത്ത് ഓതാൻ പറ്റില്ല. അർബഉ മുതലേ ഓതണം. أربع شهادات بالله إنه لمن الصادقين. തൊട്ട് മുകളിൽ ഷുഹദാഉ എന്ന് കണ്ടില്ലേ? ഷുഹദാഉ ഈ ആയത്തിൽ തന്നെ തുടക്കത്തില് അതെ അതെ. ആ ഷുഹദാഇന്റെ മദ്ദേതാ? ശുഹദാഇന്റെ മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ തൊട്ടടുത്ത് ഹംസു വന്നു. എന്താ? യെസ് യെസ് യെസ്, മദ്ദുൽ മുത്തസിൽ അല്ലേ? മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ തൊട്ടടുത്ത് ഹംസ് വന്നു കഴിഞ്ഞാൽ വലിയ മദ്ദാണ്. ആ മദ്ദിന്റെ പേര് മദ്ദുൽ മുത്തസിൽ. ഇനി തൊട്ട് ശേഷം അതിന്റെ ഉടനെ തന്നെ കണ്ടില്ല, ഇല്ല അൻഫുസുഹും, ഇല്ല അൻഫുസുഹും, അവിടെയും വലിയ മദ്ദുണ്ട്. എന്ത് ചെയ്തു? ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരം വരുന്നു. തൊട്ടടുത്ത പദത്തിന്റെ തുടക്കത്തിൽ ഹംസയും വന്നാൽ ഉണ്ടാകുന്ന മദ് മുൻഫസിൽ, വലിയ മദ്ദാണ്. ആ മദ്ദിന്റെ പേര് മുൻഫസിലാണ്. വെരി ഗുഡ്. പിന്നെ നല്ല കനം വേണം ഖാഇനിക്ക്. വൽ ഖാമിസതു ലഅ്നത്തുല്ലാഹി അല്ല, ലഅ്നത്തുല്ലാഹി. والخامسة أن لعنة الله عليه. والخامسة أن لعنة الله عليه إن كان من الكاذبين. ويدرع عنها العذاب أن تشهد 4 شهادات بالله. ويدرع عنها العذاب أن تشهد. ويدرع عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين. والخامسة أن غضب الله عليها. والخامسة أن غضب الله عليها. والخامسة أن غضب الله عليها إن كان من الصادقين. Yes. ولولا فضل الله എന്ന് വേണ്ട, ഫദ്ലുല്ലാഹി എന്ന് വേണ്ട കേട്ടോ. ഫദ്ലുല്ലാഹി ولولا فضل الله عليكم ورحمته إن الله رؤوف وأن الله تواب حكيم. وأن الله تواب حكيم. പിന്നെ അടുത്ത ആയത്ത് മുതൽക്കാണ് ആയിഷ ബീവിയെ പിന്നെ പരിശുദ്ധയാക്കിക്കൊണ്ട് ആയിഷ ബീവിയുടെ ചാരിത്രശുദ്ധിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കിയ ആയത്തുകൾ. ഇനി പറയാൻ പോകുന്ന ആയത്ത് 10 ആയത്തുകൾ ആയിഷ ബീവിയെ സംബന്ധിച്ചിട്ടാണ്.
ജാഉ വലിയ മദ്ദല്ല, മുത്തസിലായ മദ്ദാണ്. ജാഉ ജാഉ ബിൽ ഇഫ്കി ഉസ്ബതും മിൻകും. ഇന്നല്ലദീന ഇന്ന ഷദ്ദുള്ള നൂന്, ഷദ്ദുള്ള നൂന്, ഷദ്ദുള്ള മീം എപ്പോഴും മണിക്കണം. ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബതും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനം തൻവീന് വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ട്. ലാമു ഒന്നിടത്തൊന്നും കേൾക്കരുത്. ഷർറല്ലക്കും ഖൈറുല്ലക്കും. തൻവീന് മണിക്കുക എന്നൊരു സംഭവമേ ഇല്ല അവിടെ. ശർറൻ ലക്കും. ഷർറാല, ഷർറല്ല, ഷർറല്ല, ശർറൻ ലക്കും. ഷർറൻ എന്നല്ല, നൂന് കേൾക്കരുത്. ഷർറല്ല, ഒന്നുമില്ല. ഷദ്ദുള്ള റാ, ഷദ്ദുള്ള ലാമ് എന്ന് മാത്രം വന്നാൽ എന്താവും? അതേപോലെ തൻവീനില്ല അവിടെ, നൂനില്ല അവിടെ. നൂനില്ല, ലാമ് വന്നാലും മീം റാ വന്നാൽ തൻവീൻ നശീ രണ്ടക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ സാക്കിന നൂനിൻ്റെയും ശേഷം അതെ. ഖൈറുൽ ലക്കും ബൽ ഹുവ ഖൈറുൽ ലക്കും. ബൽ ഹുവ ഖൈറുൻ ലക്കും ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ലികുല്ലി ഇംറിഇൻ മിൻഹും. അവിടെ ഷദ്ദുള്ള മീമുണ്ട് രണ്ടിടത്ത്. മിൻഹും മക് ലികുല്ലിംബ്രിഹിന്ന ഹ ആണോ ഹംസ ആണോ അത്? ലികുല്ലിംബ്രിഹിന്ന, ലികുല്ലിംബ്രിഇന്ന. ഹ ആയിട്ട് വരാൻ പാടില്ല. അതെ അതെ. ലികുല്ലിംബ്രിഹിൻ മിൻഹും മക്തസബ മിനൽ ഇസ്മി. യെസ്. والذي تولى كبره منهم له عذاب عظيم. Yes. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا. بأنفسهم خيرا. بأنفسهم خيرا. കൂട്ടിയോദിക്കോ. വൽമുഅ്മിനാത്തു والمؤمنات بأنفسهم خيرا وقالوا إفك مبين. بأنفسهم خيرا وقالوا هذا إفك مبين. بأنفسهم خيرا وقالوا هذا إفك مبين. هذا വലിയ മദ് കേട്ടോ. വഖാലു ചെറിയ മദ്. وقالوا هذا حسبك حسبك ما شاء الله أحسنت مبروك എന്നൊരു പേര് മതി. പിന്നെ കഴിഞ്ഞ ടൗണ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത്യാവശ്യം ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ടൗണിൽ പോയതായിരുന്നു. നാട്ടിൽ സെറ്റിൽ ആയപ്പോ എന്താ പരിപാടി? ഈ മാസം ലാസ്റ്റോട് കൂടി തിരിച്ചു പോകണമെന്നാണ് കമ്പനി നേരത്തെ പറഞ്ഞിരുന്നത്. റൌഫ്ക്ക് എപ്പോ ഗൾഫിലേക്ക് പോകുന്നതിന്? ഞാന് 1-ാം തീയതി പോകും. 1-ാം തീയതി അടുത്ത മാസം. ഒന്നിച്ച് രണ്ടാള് പോവാ അപ്പോ ഏകദേശം. റൌഫ് ഇപ്പൊ നാട്ടിലാണോ ഉള്ളേ? ഞാൻ നാട്ടിലുള്ളത്. ആ ശരി. അപ്പൊ പിന്നെ ഏകദേശം ഒരേ സമയത്ത് തന്നെ തിരിച്ചു പോകുന്നത്. ഞാൻ 1-ാം തീയതി കഴിക്കും. പിന്നെ 13-ാമത്തെ ആയത്ത് മുതൽ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞുവിടാ. ആയിഷാ ബീവിയുമായി ബന്ധപ്പെട്ട സൂറത്തുൻ നൂറാണ് ഓതുന്നുള്ളത്. ആയിഷാ ബീവിക്ക് ഒരു അപവാദ പ്രചരണം ഉണ്ടായി മുനാഫിക്കുകളുടെ ഭാഗത്ത് നിന്ന്. അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ എന്ന റഈസുൽ മുനാഫിഖീൻ, മുനാഫിക്കുകളുടെ തലതൊട്ടപ്പനായ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂലിൻ്റെ നേതൃത്വത്തിൽ ഒരു അപവാദ പ്രചരണം സഫ്വാൻ റളിയല്ലാഹു അൻഹുമായിട്ട് കൂട്ടിച്ചേർത്തിട്ട്
ഒരു വ്യഭിചാരാരോപണം നടന്ന സമയത്ത് ഏകദേശം 1.5 മാസക്കാലയളവ് റസൂലുള്ളാഹിക്ക് പ്രയാസമുണ്ടായി. അപ്പോൾ അള്ളാഹു ഇടപെട്ടുകൊണ്ടാണ് ആ പ്രയാസം പരിഹരിച്ചത്. ആയിഷ ബീവിയുടെ പരിശുദ്ധതയെയും ആയിഷ ബീവിയുടെ ചാരിത്ര ശുദ്ധിയെയും അള്ളാഹു സ്ഥിരീകരിച്ചുകൊണ്ട് ഇറക്കിയ ആയത്തുകളാണ് ഇപ്പോൾ ഓടുന്നുള്ളത്. ഇന്നല്ലദീന ജാഉ മുതൽ സൂറത്തുൻ നൂറിലെ 11-ാമത്തെ ആയത്ത് മുതൽ 20-ാമത്തെ ആയത്ത് വരെ. ആ അല്ല 13. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لولا جاءوا عليه بأربعة شهداء وإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون. അള്ളാഹു പറയുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് വേണ്ട, നല്ല ഹാർഡ്നെസ് വരട്ടെ. ഇൻദല്ലാഹി فأولئك عند الله هم الكاذبون. എവിടെ മഖ്റജ് ഇൻദല്ലാഹി എന്ന് പറയുന്ന സമയത്ത്? عند الله هم الكاذبون. മഖ്റജ് എവിടെയാ? ഐന് തൊണ്ടയുടെ നടുവിൽ. ഐനല്ല ഇൻദല്ലാഹി അല്ലാഹി അല്ലാഹി പറയുമ്പോ നാവിന്റെ തല മേലെ മുൻപല്ലുകളുടെ മുതുക, മുൻപല്ലിന്റെ മുതുക, മുൻപല്ലിന്റെ ഊന് മൊണ്ണ. മോണ ലാമിന്റെ അതേ നമ്മൾ പറഞ്ഞ ലാമാണ് ലോ. കനമില്ലാതാകുമ്പോൾ ലാമായി, കനം വരുമ്പോൾ ലോമായി. ലോമ് ലാമ് രണ്ടും ഒരേ അക്ഷരം. ലാമ് ലോമ്. ലോമ് എന്ന് കനം കൂട്ടി പറയുമ്പോൾ ലോമായി, കനമില്ലാതെ പറയുമ്പോൾ ലാമായി. രണ്ടും ഒരേ അക്ഷരം, സെയിമാണ്. കനം വരുന്ന ഒരു സ്ഥലം അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിൽ മാത്രം തൊട്ടു മുമ്പ് ഫത്ഹോ ലമ്മോ വരുന്ന സമയത്ത്, അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് തൊട്ടു മുമ്പ് ഫത്ഹോ ലമ്മോ വരുന്ന സമയത്ത് മാത്രമാണ് ലാമിന് കനം വരുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളും ലാമ് കനമില്ലാത്ത ലാമായി തന്നെ ഉണ്ടാവും. ഈ സ്ഥലങ്ങളിൽ മാത്രം ലാമാവും. അതാണ് അള്ളാഹു. മഖ്റജ് ശരിക്കും വരണം, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന അള്ളാഹു അല്ലാതായിപ്പോവും, വേറെ ആരെങ്കിലും വിളിക്കുന്ന രൂപമാവും. നമ്മൾ ബാദ് കൊണ്ടോ തായിൻ്റെ മുകളിൽ പുള്ളിയുള്ള അള്ളാഹു കൊണ്ടോ ഒക്കെ അള്ളാഹു എന്നോ അള്ളാഹു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു അല്ലാതെ, നമ്മൾ അള്ളാഹു ലാമ കൊണ്ടുള്ള അള്ളാഹു ആണ്. അതേ മഖ്റജിൽ തന്നെ കനം വരാതെ വന്നു കഴിഞ്ഞാൽ, അതേ മഖ്റജിൽ തന്നെ കനം വരാതെ വന്നു കഴിഞ്ഞാൽ സഹിയാണ്, പക്ഷേ സഹിഹല്ല ഉച്ചാരണം. എന്ന് പറഞ്ഞാൽ എന്തായിട്ടുണ്ട്? സംഗതി റെഡി ആയിട്ടുണ്ട്, മഖ്റജൊക്കെ ഒത്തതുകൊണ്ട് സംഗതി പേര് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇജ്മാഇന് എതിരാണ്. സഹാബത്തിൻ്റെ ഇജ്മാ ഉണ്ട്, അതേപോലെ ഖുറാഉൽ ഖിറാഅത്തിൻ്റെ ഇമാമുകൾ എല്ലാവരുടെയും ഇജ്മാ ഉണ്ട്. എന്ത് ചെയ്യണം? അവിടെ തഫ്ഖീം ചെയ്യണം, ലാമിനെ കനിപ്പിക്കണം. കനിപ്പിക്കാതെ ഒതുക്കഴിഞ്ഞാൽ ആ ഖിറാഅത്ത് സഹീഹല്ല. മഖ്റജ് തെറ്റാത്തതുകൊണ്ട് അങ്ങനെ തെറ്റുണ്ട് എന്ന് പറയാൻ പറ്റൂല, പക്ഷേ ആ ഖിറാഅത്ത് സഹീഹാവില്ല, കാരണം ഇജ്മാഇനെതിരായി. അപ്പോൾ നമ്മൾ എന്ത് പറ്റൂല? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നോദിയാൽ സംഗതി ലാമാണ്. അല്ലാഹു ലാ ഇലാഹ എന്തിനേക്കാളും ശരിയാണ്? അള്ളാഹുവിനേക്കാളും ശരിയാണ്. അള്ളാഹു എന്ന് പറയുമ്പോൾ അക്ഷരം തന്നെ മാറി, ഇവിടെ അക്ഷരം മാറുന്നില്ല അല്ലാഹു എന്ന് പറയുമ്പോൾ. എന്ത് പ്രശ്നമുള്ളൂ? അല്ലാഹു എന്ന് പറയുമ്പോൾ കനം വരുന്നില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. കനം വരണം. ഇനിയോ ബിസ്മില്ലാഹി ലില്ലാഹി അൽഹംദുലില്ലാഹി അവിടെയൊക്കെ കനമില്ല, കാരണം അള്ളാഹു എന്ന ജലാലത്തിന് ഇസ്മിന് മുമ്പ് ഫത്ഹു ദമ്മാവണം, കാരണം കനം വരണമെങ്കിൽ. കസ്റാണെങ്കിൽ കനമില്ല. ലില്ലാഹി ബിസ്മില്ലാഹി. ഇവിടെ കനം വരണം, കാരണം എന്തുകൊണ്ട്? തൊട്ടു മുമ്പ് എന്തുണ്ട്? ദാലിന് എന്താണ് ഹർക്കത്ത്? കസ്റ. അപ്പൊ കനം വരണം. എന്താ സംശയം? എന്താ ഇവിടെ? അങ്ങനെയല്ല, ഓതിയ സമയത്ത് ഞാൻ മഖ്റജ് എവിടെയെന്ന് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ സാധാരണ എന്തല്ലാഹി എന്ന് പറ്റൂല, എന്തല്ലാഹി അല്ല അള്ളാഹു അങ്ങനെയാണ് പറയേണ്ടത്. കനം വരുമ്പോൾ അള്ളാഹു എന്നാവൂല, അള്ളാഹു എന്നാ വരുന്നത്. ലാമിനെ കനിപ്പിച്ച് തന്നെ പറയുമ്പോൾ അല്ലേ
അള്ളാഹു എന്നും പറയാം, അള്ളാഹു എന്നും പറയാം. നല്ല എക്സ്ട്രീം കനം വരണം. ഒരു ലോ ലെവൽ കനം വന്നാൽ പോരാ. അള്ളാഹു എന്തല്ല, അള്ളാഹു അല്ല. അങ്ങനത്തെ ഒരു അള്ളാഹു നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹു വായിൽ ശബ്ദം നിറച്ച് പറയണം. ആ ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم. കോൺസെൻട്രേഷൻ 100% ഇല്ല. മൈൻഡ് എവിടെയൊക്കെയോ പോകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ മിസ്റ്റേക്ക് വരുന്നത്. ഒരു കയ്യിൽ ഫോൺ വിളിച്ചിട്ട് ഞാൻ വീഡിയോ ഓഫ് ആക്കട്ടെ. മുസാഫിൽ നോക്കിയിട്ട് പോകുന്നത്. മുസാഫിൽ നോക്കിയിട്ട് അവിടെ ഫോണ് ചാരി വെച്ചാൽ മതിയല്ലോ. അതില്ല എന്തെങ്കിലും ചട്ടിയില മുട്ടിയില മറ്റോ മതി. ആ മതിയല്ലോ. ഫോൺ കയ്യിൽ പിടിക്കണമെന്നല്ല, ചാരി വെക്കാമല്ലോ. ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم. إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم ما ليس لكم به. അവിടെ ഇഖ്ലാബ് അല്ല, ഇഖ്ലാബ് അല്ല, ഇഖ്ഫ. ما ليس لكم به علم وتحسبونه هينا فهو عند الله عظيم. ഈ മുനാഫിക്കുകളുടെ പ്രചരണത്തിൽ 3 സഹാബികൾ പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്ന് അദബ് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പറയാണ്, ആ മുനാഫിക്കുകൾ പറഞ്ഞ സമയത്ത് നിങ്ങൾ എന്തിനതിനെ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു? അള്ളാഹുവിൻ്റെ താക്കീത്. ബദരീങ്ങളിൽപ്പെട്ട മിസ്താഹ് റളിയല്ലാഹു അൻഹു അതിൽ പെട്ടുപോയിട്ടുണ്ട്. മിസ്താഹ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ്, ഫക്കീറായ സഹാബിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവ് കൊടുക്കുന്ന സഹാബിയാണ്. മിസ്താഹ് റളിയല്ലാഹു അൻഹു അതിൽ പെട്ടുപോയിട്ടുണ്ട്. മാദിഹുർ റസൂലായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അതിൽ പെട്ടുപോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് 4-5 സഹാബികൾ അങ്ങനെ പ്രമുഖരായ സഹാബികൾ പെട്ടുപോയിട്ടുണ്ട്. അവർ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ഈ ലോകത്ത് തന്നെ അവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ അപവാദത്തിലേർപ്പെട്ട എല്ലാ സഹാബികൾക്കും ഏകദേശം ഒരു പ്രായമായ സമയത്ത്, പ്രായം എന്ന് പറഞ്ഞാൽ ഏകദേശ പ്രായമായ സമയത്ത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടുപോയി. ഹസ്സാൻ ബിൻ സാബിത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടുപോയി. മിസ്താഹുല്ലാൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടുപോയി. ആഖിറത്തിലൊരു ശിക്ഷയും ബാക്കി വെച്ചിട്ടില്ല. എല്ലാം ദുനിയാവിൽ തന്നെ കൊടുത്തവർക്ക്. അവർ റസൂലുള്ളാഹി എന്ത് ചെയ്തു? അവർ തൗബ ചെയ്ത് മടങ്ങി അവരെല്ലാവരും. ഇനി നരകത്തിൽ ശിക്ഷയുള്ളത് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിലേക്കാണ്. ദുനിയാവിൽ ശിക്ഷ കിട്ടിയിട്ടില്ല. അയാൾ എന്ത് ചെയ്തു? ഇതിനെ പ്രചരിപ്പിച്ച ആളായതുകൊണ്ട് അയാൾക്ക് നരകത്തിൽ അള്ളാഹു പ്രത്യേകം ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആയിഷ ബീവിയെക്കുറിച്ച് തോന്നിവാസം പറഞ്ഞത്. അലിയാർ തങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. പക്ഷെ അലിയാർ തങ്ങൾ ഈ ടീമിൽ പെട്ടുപോയിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹിയോട് പറഞ്ഞിട്ടുണ്ട് തൊലാഖെല്ലാം വേണ്ടിയിട്ട് ആയിഷ ബീവിയെ. ചെറിയൊരു അങ്ങനെ ഒരു ക്ലാഷ് അവർക്കിടയിൽ ഉണ്ടായി, ആയിഷ ബീവിക്ക് അലിയാർ തങ്ങൾക്ക്. പിന്നെ ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان. നക്കൂനു എന്നില്ല കേട്ടാ. ഖുൽതുമ്മാ യകൂനു നൂന് നീട്ടരുത്. ഖുൽതുമ്മാ യകൂനു ലന. قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم. يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين. ويبين الله لكم الآيات والله عليم حكيم.
إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون ولولا فضل الله عليكم ورحمته وأن الله رؤوف رحيم ലഹും അദാബുൻ അലീമും ഫി ദുനിയ വൽ ആഖിറ എന്ന് പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ കുറിച്ചിട്ടാണ് എന്ന് തഫ്സീറിൽ കാണാം. റഈസുൽ മുനാഫിഖീനായ ഇയാളാണ് പ്രചരണം തുടങ്ങിയത് റസൂലുള്ളാഹിനെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട്. റസൂലുള്ളാഹിനെ വേദനിപ്പിച്ചാലുള്ള ശിക്ഷ എന്താ? ഇന്നല്ലദീന യുദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫി ദുനിയ വൽ ആഖിറ. റസൂലുള്ളാഹിനെ വേദനിപ്പിച്ചാൽ അള്ളാഹുവിനെ വേദനിപ്പിക്കുന്നതിന് സമാനം. അള്ളാഹുവിനെ വേദനിപ്പിച്ചു കഴിഞ്ഞാലോ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു. പിന്നെ يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر. അവിടെ താഇനിക്ക് ദമ്മ വരുന്ന സമയത്ത് സുക്കൂനായി പോയത്. ഖുതുവാത്തി എന്നാകുമ്പോൾ സുക്കൂനായി പോകും. നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യണം? ദമ്മ കൊടുക്കണം, ചുണ്ടിങ്ങനെ കൂടണം. ഇല്ലെങ്കിൽ സുക്കൂനായി പോകും. ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. ഹസ്ബുക് അഹ്സൻത് മാഷാ അല്ലാഹ്. ഇതുവരെയാണ് ആയിഷ ബീവിക്ക് വേണ്ടിയിട്ട് അള്ളാഹു ഇടപെട്ടത്. 1.5 പേജ് 11 ആയത്തുകൾ. ഇത് ഇറങ്ങിയ സമയത്ത് ആയിഷ ബീവിക്ക് ഉണ്ടായ ഒരു അനുഭൂതി ഉണ്ടല്ലോ. കുഞ്ഞി പെണ്ണാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത്. ആയിഷ ബീവിക്ക് 14 വയസ്സേ ഉള്ളൂ. എത്ര? 14 വയസ്സ്. പുരയിൽ കൂടുന്ന സമയത്ത് 9 വയസ്സ്. ഈ സംഭവം നടക്കുമ്പോൾ 14 വയസ്സ്. ബനുൽ മുസ്തലഖ് യുദ്ധത്തിൻ്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. റസൂലുള്ളാഹി വഫാത്താകുന്ന സമയത്ത് ആയിഷ ബീവിക്ക് 18 വയസ്സ്. 14 വയസ്സുള്ള കുഞ്ഞിപ്പെണ്ണ് റസൂലുള്ളാഹി, അതും ലോകത്തിന് നേതാവാണ്, ഭർത്താവാണ്, ചൊടിച്ചു വെക്കുന്ന സമയത്ത് ഒരു ബേജാറ്. ആലോചിച്ച് നോക്ക്. ഇങ്ങനത്തെ ഒരു അപവാദം വന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹിക്ക് നേരിട്ട് പോയിട്ട് റസൂലുള്ളാഹിക്ക് സംഗതി യാഥാർത്ഥ്യം അറിയാം. പക്ഷേ നേരിട്ട് പോയിട്ട് റസൂലുള്ളാഹി തങ്ങൾ സോൾവ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മുനാഫിക്കുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങും. നമ്മളെ വിഷയം വരുമ്പോൾ ഭയങ്കര നീതി പറയലും നിയമം പറയലും നടപ്പിലാക്കലും. സ്വന്തം ഭാര്യൻ്റെ വിഷയത്തിൽ ആള് ഇങ്ങനെയായി. അങ്ങനെ മുനാഫിക്കുകൾ പ്രചരിപ്പിക്കും. കാരണം ചെന്നായ്ക്കൾ അവിടെ തന്നെ ഉണ്ട്. സ്വഹാബികളാകുന്ന ചെമ്മരിയാടുകൾക്കിടയിൽ തന്നെ ചെന്നായ്ക്കളുണ്ട്. അപ്പം അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിൻ്റെ വഹീനോട് വെയിറ്റ് ചെയ്ത് 1.5 മാസക്കാലം 40 ദിവസത്തിലധികം. ആയിഷ ബീവി ഭയങ്കര പടഞ്ഞു പോയി. പരക്ക് പോയിട്ട് നമുക്ക് ഉമ്മാക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഉപ്പയായ സിദ്ദീഖുൽ അക്ബർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും കൈമലർത്തി. അങ്ങനെയാണ് അള്ളാഹു ഇടപെട്ട് എന്നറിഞ്ഞ സമയത്ത് സിദ്ദീഖുൽ അക്ബറ പോയിട്ട് പറയുന്നത്, അള്ളാഹു ഇടപെട്ടിട്ടുണ്ട് നിൻ്റെ വിഷയത്തിൽ, സന്തോഷം, അൽഹംദുലില്ലാ. ആ സമയത്ത് ആയിഷ ബീവി ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. എനിക്ക് ഉമ്മാനെ വേണ്ട, ഉപ്പാനെ വേണ്ട, ആരെയും വേണ്ട, റസൂലുള്ളാഹിനെ വേണ്ട, എനിക്ക് അള്ളാനെ മതി. ഞാൻ ബേജാറായ സമയത്ത് ഞങ്ങൾക്ക് താങ്ങുന്നതാണല്ലായിട്ട് അള്ളാഹ് മാത്രമല്ല വന്നിട്ടുള്ളൂ. നിലക്ക്
ആ സന്തോഷ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് അള്ളാഹു നേരിട്ട് ഇടപെട്ടുകൊണ്ട് ആയിഷ ബീവിയുടെ പരിശുദ്ധി അള്ളാഹു ചെയ്തു സ്ഥിരീകരിച്ച് സ്ഥാപിച്ചു കൊടുത്തു. അപ്പോൾ സിദ്ദീഖ് അൽ അക്ബറാണ് ആർക്ക് ചെലവ് കൊടുത്തുണ്ടായത്? ഈ ടീമിൽ പെട്ടുപോയ മിസ്തഹ് റളിയല്ലാഹു അൻഹു, ബദ്രീങ്ങളിൽപ്പെട്ട ആളാണ്. ആ മിസ്തഹ് റളിയല്ലാഹു കൊടുത്തുകൊണ്ടിരുന്ന ചെലവ് സിദ്ദീഖ് അൽ അക്ബർ നിർത്തി. ആ ചെലവ് നിർത്തിയതിനെ കുറിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഓതിയ ആയത്തിൽ പറഞ്ഞത്. ചെലവ് നിർത്തരുത്. എന്തിനു നിർത്തുന്നത്? തൗബ ചെയ്ത് മടങ്ങിയില്ലേ? തൗബ ചെയ്ത് മടങ്ങി. അപ്പോൾ തൗബ ചെയ്ത് മടങ്ങിയോണ്ട് തന്നെ എന്ത് ചെയ്യരുത്? ആ ചെലവ് നിർത്തരുത്. ആ ചെലവ് വീണ്ടും കൊടുക്കണം എന്നലക്ക്. ഏകദേശം ആ ഇത്ര കാലമുള്ള 1-2 മാസക്കാലമുള്ള ചെലവ് നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ മാറ്റി നിർത്തി മിസ്തഹിനെ. അപ്പോൾ ഇങ്ങനെ തൗബ ചെയ്ത് മടങ്ങിയതിന് ശേഷം സിദ്ദീഖ് അൽ അക്ബർ മിസ്തഹിനെ പോയിട്ട് കണ്ട് വീണ്ടും ചെലവ് കൊടുക്കാൻ തുടങ്ങി. റളിയല്ലാഹു അൻഹു. വലിയൊരു സംഭവമാണ്. കേട്ടിട്ടുണ്ടോ ആ വിഷയം? റൌഫ് കേട്ടിട്ടുണ്ട്? ആരും കേട്ടിട്ടുണ്ടോ? 2 ആള് ചെലവ് കൊടുത്ത കാര്യങ്ങളൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഇങ്ങനെ അപവാദ പ്രചരണത്തിൻ്റെത് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഫിഖ്ഹുദ സല്ലല്ലാഹു സദഖല്ലാഹുൽ അസീം. അതൊക്കെ ഇസ്ലാമിലുള്ള ചില ഗ്രേ ഏരിയകളാണ്. നമ്മളെ ഇസ്ലാമിൻ്റെ താരീഖുകളിലുള്ള ചില ഗ്രേ ഏരിയാസ് ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകവും ശേഷം ഖിലാഫത്തോണോ ശേഷം ഘാതകനെ കണ്ടെത്തലാണോ എന്ന വിഷയത്തിൽ നടന്ന മുആവിയ അലി റളിയല്ലാഹുവിൻ്റെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇതേപോലുള്ളൊരു ഗ്രേ ഏരിയ ആണ്. ആയിരക്കണക്കിന് സ്വഹാബത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. 2 പക്ഷമായി പോയില്ലേ? ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വഫാത്തിന് ശേഷം പിന്നെ കൊലപാതകത്തിന് ശേഷം 2 ടീമായി പോയി. അലി റളിയല്ലാഹുവിൻ്റെ പക്ഷവും മുആവിയ റളിയല്ലാഹുവിൻ്റെ മറ്റൊരു പക്ഷവും. 2 സ്വഹാബികളാണ്. 2ഉം റളിയല്ലാഹു അൻഹും റളു അൻഹുൽപ്പെട്ടവരാണ്. അങ്ങനെ ചില ഗ്രേ ഏരിയാസ് അങ്ങനെ നടന്നു പോയിട്ടുണ്ട് ഇസ്ലാമിൽ. നമ്മൾ പുറത്തറിയാൻ ആഗ്രഹിക്കാത്ത, പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ. ഇസ്ലാം തുറന്ന പുസ്തകം നമ്മൾ പറയുന്നില്ലേ? അങ്ങനെയാണെങ്കിലും നമ്മൾ പുറത്ത് അറിയാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾപ്പെട്ടതാണ് ഇതൊക്കെ. ആയിഷ ബീവിൻ്റെ ഈ അപവാദം, മുആവിയ അലി റളിയല്ലാഹുവിൻ്റെ ഇടയിൽ നടന്ന ആ ഒരു പ്രശ്നം, ഇജ്തിഹാദിൽ നടന്ന പ്രശ്നവും തുടർന്നുണ്ടായ യുദ്ധവും ഒരുപാട് സ്വഹാബത്തിൻ്റെ മരണവും ഒക്കെ അള്ളാഹുവിൻ്റെ അടുത്തിൽ എല്ലാവരും പരിശുദ്ധരാണ്. നമുക്കൊന്നും വിധിക്കാൻ പറ്റൂല. സ്വഹാബികളെ കുറിച്ചൊന്നും പറയാനും പറ്റൂല. പക്ഷേ അവർ പറയുന്നുണ്ടല്ലോ, ആര്? ഷിയാക്കൾ പറയുന്നത് മുആവിയ റളിയല്ലാഹു കാഫിർ എന്നാണ്. മുആവിയ റളിയല്ലാഹുവിനെ കണ്ണെടുത്താൽ കണ്ടൂടെ ഷിയാക്കൾക്ക്? അവര് സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഉൾപ്പെടെ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരല്ലേ? അതന്നെ. അഷ്ഹദു, അവരെ ഷഹാദത്ത് കലിമയിൽ തന്നെ അങ്ങനെയുണ്ട് ശാപം. സിദ്ദീഖ് റളിയല്ലാഹു, സിദ്ദീഖ് അൽ അക്ബർ, ഉമർ ബിൻ ഖത്താബ്, ആയിഷ 3 പേരും എന്താണ്? നരകാവകാശികളാണ്. മിൻ അഹ്ലിൻ നാർ എന്നാ അവർ പറയുന്നത്. പിന്നെ നമ്മളെവിടെ എത്തി? കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിട്ടില്ലല്ലേ? കേട്ടിനോ കഴിഞ്ഞ ക്ലാസ്? അതന്നെ. അതിന്റെ റെക്കോർഡിങ് കേട്ടിനോ? എന്താ ചെയ്യാ? അതിലൊരു 5 വ്യൂസ് കാണുന്നുണ്ട്. വ്യൂസ് 5 കാണുന്നുണ്ടല്ലോ. റൌഫ് എത്രോട് 5 വട്ടം കേട്ടോ അത്? പിന്നെ 5 വ്യൂസ് കാണുന്നുണ്ട്. വേറെ ആര് കണ്ടത്? നമ്മുടെ ഗ്രൂപ്പിൽ വേറെ ആരുണ്ട്? ഓക്കെ, ഏതായാലും മക്രൂഹാത്തുൽ വുളു നമ്മളതല്ല പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച. അതിലെന്താ പറഞ്ഞത്? മക്രൂഹാത്തുൽ വുളു എന്ന് പറഞ്ഞാൽ വുളുവിൽ സംഭവിക്കാവുന്ന കറാഹത്തുകൾ. നമ്മൾ വുളുവിൽ നമ്മൾ പാലിക്കേണ്ട സുന്നത്തായ മര്യാദകളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് അല്ലേ? സുന്നത്തായ മര്യാദകൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ പാർട്ടുകളാക്കി തിരിച്ച് പറഞ്ഞു.
തുടക്കത്തിൽ പാലിക്കേണ്ടത്, ഇടയിൽ പാലിക്കേണ്ടത്, അവസാനത്തിൽ പാലിക്കേണ്ടത്, കഴുകുന്ന സമയത്ത് പാലിക്കേണ്ടത്, തടവുന്ന സമയത്ത് പാലിക്കേണ്ട സുന്നത്തുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി വുളൂയിൽ നമ്മൾ ഒഴിവാക്കേണ്ട കറാഹത്തുകൾ, വുളൂയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കറാഹത്തുകൾ, അത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണം. ആണ് യുക്റഹു ഫിൽ വുളൂഇ തർക്കു ഷൈഇൻ മിനൽ ബസ്മലത്തി മിന തസ്മിയത്തി വൽ മദ്മദത്തി വൽ ഇസ്തിൻഷാഖി വത്തയാമുനി വൽ വിലാദത്തി വൽ വിലാഇ വദ്ദൽകി വതഖ്ലീലി കസീഫിൽ ലിഹ്യത്തി വൽ ആരിദ്. ഇതിനൊക്കെ ഒഴിവാക്കൽ, സുന്നത്തായ കാര്യങ്ങൾ ഒഴിവാക്കൽ കറാഹത്താണ്. ബിസ്മി ചൊല്ലലിനെ ഒഴിവാക്കുക, വായിൽ വെള്ളം കൊപ്പിളിക്കലിനെ ഒഴിവാക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റലിനെ ഒഴിവാക്കുക, വലതിനെ മുന്തിക്കലിനെ ഒഴിവാക്കുക, തുടരെ ചെയ്യലിനെ ഒഴിവാക്കുക, തേച്ച് കഴുകലിനെ ഒഴിവാക്കുക, തിങ്ങിയ താടിയുടെ തിക്കകറ്റലിനെ ഒഴിവാക്കുക. ഇക്കാര്യങ്ങളൊക്കെ ഒഴിവാക്കൽ എന്താണ്? ഒഴിവാക്കൽ കറാഹത്താണ്. ഇക്കാര്യങ്ങൾ ഒഴിവാക്കൽ എന്താണ്? കറാഹത്താണ്. ചെയ്യൽ സുന്നത്താണ്, അപ്പോൾ ഒഴിവാക്കൽ എന്തായി? കറാഹത്തായി. മനസ്സിലായോ? ണ്ടോ? ഓക്കെ. അപ്പോൾ അതാണ് എന്ത് നമ്മൾ പറഞ്ഞത്. തസ്മിയത്ത്, മൽമലത്ത്, ഇസ്തിൻഷാഖ്, തയാമുന്, വിലാ, ദൽക്ക്, തഖ്ലീൽ, കസീഫ് ലിഹ്യത്തി വൽ ആരിദ്. മനസ്സിലായില്ല അർത്ഥം? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മനസ്സിലാവാത്ത അർത്ഥമുണ്ടോ? ഞാൻ ഇതൊക്കെ ചോദിക്കാം. ഇനിയോ അതേപോലെ പിന്നെ ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ സഹായം തേടുക. സഹായം തേടലിനെ ഒഴിവാക്കലും സഹായം തേടലും കറാഹത്താണ്. ആവശ്യമില്ലാതെ സഹായം തേടുക എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുവരാൻ പറയുക, ബക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു കൊടുക്കുക, ഒരാളെ കൊണ്ട് കയ്യിൽ ഒഴിപ്പിക്കുക, ഇതൊക്കെ കറാഹത്താണ്. നമ്മൾ സ്വന്തമായിട്ട് വുളൂ ചെയ്യണം. മറ്റൊരാളെ കൊണ്ട് സഹായം തേടൽ കറാഹത്താണ്. വതുക്റഹുൽ ഇസ്തിആനതു ബിഗൈരി ഉദ്രിൻ. ആവശ്യമില്ലാതെ സഹായം ചോദിക്കുക, സഹായം തേടലും കറാഹത്താണ്. അതേപോലെ വസിയാദത്തു അല സലാസ്, മൂന്നിനേക്കാളും വർദ്ധിപ്പിക്കലും കറാഹത്താണ്. വൻ നഖ്സു അൻഹ, മൂന്നിനേക്കാളും ചുരുങ്ങലും കറാഹത്താണ്. മൂന്ന് കഴുകണം, മൂന്ന് കഴുകണം, അതാണ് ബാലൻസ്ഡ് കഴുകൽ. മൂന്നിനേക്കാളും വർദ്ധിപ്പിക്കൽ ഇസ്രാഫാണ്, മൂന്നിനേക്കാളും ചുരുങ്ങാനും പറ്റൂല, രണ്ടും കറാഹത്താണ്. ഇനി ചുരുങ്ങേണ്ട രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായിട്ടും ചുരുക്കേണ്ട രൂപങ്ങളൊക്കെ ഉണ്ട് അല്ലേ? വെള്ളമില്ലാത്ത സാഹചര്യം, മൂന്ന് വട്ടം കഴുകി കഴിഞ്ഞാലോ ബാക്കി വുളൂവിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് വെള്ളം എത്തൂല. നമ്മളിപ്പോൾ 3 വട്ടം മുഖം കഴുകി കഴിഞ്ഞാൽ കാല് കഴുകാൻ വെള്ളം എത്തൂല, ആ ഒരു സാഹചര്യം ഉള്ളത് എങ്കിൽ ഒറ്റ കഴുകൽ മാത്രം ചുരുക്കണം. അതേമാതിരിയാണ് 3 വട്ടം എല്ലാ അവയവങ്ങളും കഴുകി കഴിഞ്ഞാൽ ഒരു ജീവി ദാഹിച്ചു അലഞ്ഞ് നിൽക്കുന്നുണ്ട്, ആ ജീവിക്ക് വെള്ളം കിട്ടൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഫർള് മാത്രം എടുത്തുകൊണ്ട് ബാക്കി വെള്ളം ആ ജീവിക്ക് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. വെള്ളം യഥേഷ്ടമുണ്ട്, പ്രശ്നമൊന്നുമില്ലെങ്കിൽ മൂന്നിനേക്കാളും ചുരുങ്ങൽ എന്താണ്? കറാഹത്താണ്. അതേപോലെ വഗസ്ലു ബാത്തിനിൽ ഐൻ, കണ്ണിൻ്റെ ഉൾഭാഗം കഴുകലും കറാഹത്താണ്. അത് അപകടം വരുത്തും അല്ലെ? കണ്ണിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വെള്ളമോ പൊടിയൊന്നും എത്താൻ പാടില്ലല്ലോ. അപ്പോൾ കണ്ണിൻ്റെ ഉൾഭാഗം കഴുകലും കറാഹത്താണ്. അതേപോലെ വല്ലിസ്റാഫു ഫിൽ മാ, വെള്ളത്തിൽ ധാരാളിത്തം കാണിക്കുക, അമിതവ്യയം കാണിക്കുക, അതും കറാഹത്താണ്. ഇപ്പോൾ ഇൻകാന ഗൈറ മൗഖൂഫിൻ, ആ വെള്ളം വഖഫ് ചെയ്യപ്പെടാത്ത വെള്ളമാണെങ്കിൽ, ആ വെള്ളം വഖഫ് ചെയ്യപ്പെടാത്ത നമ്മളെ വീട്ടിലുള്ള സ്വന്തം വെള്ളമാണ്, സ്വന്തം ഉടമസ്ഥതയുള്ള വെള്ളമാണെങ്കിൽ കറാഹത്താണ്. ഇല്ല, ഇനി ഈ ഉപയോഗിക്കുന്ന വെള്ളം വഖഫ് ചെയ്യപ്പെട്ട പള്ളിയിലോ മറ്റോ ഉള്ള വെള്ളമാണെങ്കിൽ ഫഹറാമുൻ, ഇസ്രാഫ് കാണിക്കൽ ഹറാമാണ്. ധാരാളിത്തം കാണിക്കുക, പിന്നെ ദൂർത്തടിക്കൽ എന്താണ്? ഹറാമാണ്. വെറുതെ വെള്ളം കളയൽ ഹറാമാണ്. വെള്ളം എന്നുള്ളത് പ്രഷ്യസ് അല്ലേ? വാട്ടർ ഈസ് എ പ്രഷ്യസ്. വാട്ടർ ഈസ് എ, നമ്മൾ വെള്ളത്തെക്കുറിച്ച് അങ്ങനല്ല പറയുന്നത്, പ്രഷ്യസ് തിങ്, വാല്യുബിൾ തിങ് ആണെന്ത്? വെള്ളം. അതിനെ നമ്മൾ മാനിക്കണം. പ്രഷ്യസ് മിനറൽ. പിന്നെ അത് നമ്മൾ പറഞ്ഞു. ഇസ്രാഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇസ്രാഫിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ദൂർത്തടിക്കുന്നവർ, അമിതമായി എന്താണ് ധാരാളിത്തം കാണിക്കുന്നവർ, അവർ പിശാചിൻ്റെ കൂട്ടാളികളാകുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതങ്ങനെ തന്നെ ആവും. ധാരാളിത്തം കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവില്ല. ഇനിയോ വസ്സിവാക്കു മിസ്വാക്ക്, വസ്സിവാക്ക് തൂലം ഫിൽ അസ്നാനി, പല്ലിൽ
നീളത്തിൽ മിസ്വാക്ക് ചെയ്യലും വഅർളൻ ഫിൽ ലിസാനി നാവിൽ അകലത്തിൽ മിസ്വാക്ക് ചെയ്യലും കറാഹത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞത് നാവിൽ നീളത്തിൽ പല്ലിൽ അകലത്തിൽ, അതിന് നേരെ വിപരീതം പല്ലിൽ നീളത്തിൽ നാവിൽ അകലത്തിൽ, അതെന്താണ് കറാഹത്താണ്. നമ്മൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് രൂപം എന്താണ് കറാഹത്താണ്. തൂല് എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്, അർള് എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത്. മനസ്സിലായോ? അസ്നാൻ എന്ന് പറഞ്ഞാൽ സിന്നിൻ്റെ ബഹുവചനം കേട്ടോ. സിന്ന് എന്ന് പറഞ്ഞാൽ പല്ല്, അസ്നാൻ എന്ന് പറഞ്ഞാൽ പല്ലുകൾ, അതും കറാഹത്താണ്. അതേപോലെ മുബാലഗത്തു സ്വാഇമി ഫിൽ മദ്മളത്തി വൽ ഇസ്തിൻഷാഖ്, മുബാലഗത്ത് എന്ന് പറഞ്ഞാൽ അമിതമാക്കുക, അങ്ങേയറ്റം കാണിക്കുക, അതും കറാഹത്താണ്. ഫിൽ മദ്മളത്തി വൽ ഇസ്തിൻഷാഖി, എവിടെ മൂക്കിൽ വെള്ളം വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിലും മൂക്കിലേക്ക് വെള്ളം കയറ്റുന്നതിലും നോമ്പുകാരൻ അമിതമാക്കലും കറാഹത്താണ്. കാരണം അമിതമാക്കി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. എങ്ങാനും ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നോമ്പ് തന്നെ മുറിഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യണം? നോമ്പുകാരൻ നല്ലോണം സൂക്ഷിക്കണം. വായിലേക്ക് വെള്ളം കൊപ്പിളിക്കുന്ന സമയത്ത് കേവലം തൊണ്ടയിലേക്ക് എത്താത്ത രൂപത്തിൽ വായിൽ മാത്രം വെച്ച് ജസ്റ്റ് കൊപ്പിളിക്കണം. അങ്ങേയറ്റം ഗളഗളകളാന്നാക്കിയിട്ട് കുറച്ച് ഇറക്കാൻ നിൽക്കരുത് നോമ്പുകാരൻ. അങ്ങനെ ഇറക്കിക്കഴിഞ്ഞാൽ നോമ്പ് ബാത്തിലായി പോകും. അതേപോലെ പിന്നെ സിവാക്കുഹു, നോമ്പുകാരൻ മിസ്വാക്ക് ചെയ്യലും കറാഹത്താണ്. ബഅദ സവാൽ, ഉച്ചയ്ക്ക് ശേഷം. എന്താണ് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷം, പടിഞ്ഞാറിലേക്ക് തെറ്റിയതിന് ശേഷം മിസ്വാക്ക് ചെയ്യലും കറാഹത്താണ്. നോമ്പുകാരന് മിസ്വാക്ക് കറാഹത്താണല്ലോ. രാവിലെ ചെയ്യാം, ഉച്ചയ്ക്ക് ശേഷം ചെയ്യരുത്, കറാഹത്താണ്. നമ്മളെ മിസ്വാക്ക് സാധാരണ എല്ലാത്തിനും സുന്നത്താണല്ലോ. ഖുർആൻ ഓതുമ്പോൾ മിസ്വാക്ക് സുന്നത്താണ്, പള്ളിയിലേക്ക് കയറുമ്പോൾ മിസ്വാക്ക് സുന്നത്താണ്, നിസ്കരിക്കാൻ തുടങ്ങും മിസ്വാക്ക് സുന്നത്താണ്. അപ്പോൾ അതൊന്നും ചെയ്യരുത്. നോമ്പുകാരൻ മിസ്വാക്ക് ഉച്ചയ്ക്ക് ശേഷം ചെയ്യരുത്, അത് കറാഹത്താണ്. ഇനിയോ നോക്ക്, വസ്സലാസത്തുൽ അഖീറത്തു, അവസാനം പറഞ്ഞ 3 കാര്യങ്ങൾ തുക്റഹു, കറാഹത്താണ്. മുത്ലഖൻ, നിരുപാധികം. അവസാനം പറഞ്ഞ 3 കാര്യങ്ങൾ ഏതൊക്കെ? ഒന്ന് നോമ്പുകാരനുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ. നോമ്പുകാരൻ്റെ വായിൽ വെള്ളം കൊപ്പിളിക്കലും, നോമ്പുകാരൻ്റെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും, നോമ്പുകാരൻ്റെ മിസ്വാക്കും. അത് നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലൊക്കെ എന്താണ്? വുളൂയിലാണെങ്കിലും അല്ലെങ്കിലൊക്കെ കറാഹത്ത് തന്നെയാണ്. വുളൂയിൽ മാത്രമല്ല ഈ കറാഹത്ത് വരുന്നത്. നോമ്പുകാരൻ നിരുപാധികം വുളൂയിൽ എടുക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും വായിൽ വെള്ളം അമിതമായി കൊപ്പിക്കരുത്, മൂക്കിൽ വെള്ളം അമിതമായി കയറ്റരുത്. മിസ്വാക്ക് വുളൂയിൽ അല്ലാത്ത സമയത്തും ഉച്ചയ്ക്ക് ശേഷം ചെയ്യരുത്, കറാഹത്താണ്. ആ കറാഹത്ത് വുളൂയിൽ മാത്രം ബാധകമായതല്ല എന്നർത്ഥം. മനസ്സിലായോ? നോമ്പുകാരൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ വുളൂ ചെയ്യലും കറാഹത്താണ്. ഫീ മാഇൻ റാക്കിദിൻ, കെട്ടി നിൽക്കുന്ന വെള്ളം, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ എന്താണ്? വുളൂ എടുക്കൽ കറാഹത്താണ്. അവിടെ എന്തുണ്ടാവും? ബാക്ടീരിയാസ് ഉണ്ടാവും, അവിടെ കൊതുക് മുട്ടയിട്ടിട്ടുണ്ടാവും, ഈച്ച മുട്ടയിട്ടിട്ടുണ്ടാവും, രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സിഹത്തിനിക്ക്, ആരോഗ്യത്തിനിക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. എങ്ങനെയുള്ള ഹൗദ് എന്ന് പറഞ്ഞാൽ അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന, ഈ കെട്ടി നിൽക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഹൗദിൽ അങ്ങനെയല്ല. നമ്മൾ വെള്ളം വരുന്നത് തീരുന്നത് വീണ്ടും വരുന്നത് വീണ്ടും തീരുന്നത് അങ്ങനെയല്ല. ഉപയോഗം ഇസ്തിഅമാൽ നടന്നുകൊണ്ടിരിക്കുന്ന വെള്ളമല്ലേ, എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന വെള്ളമല്ലേ. കെട്ടി നിൽക്കുന്ന കേവലം അനങ്ങാണ്ട് കെട്ടി നിൽക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അവിടെയല്ല കൊതുകല്ല മുട്ടയിടും, അങ്ങനെയുള്ള വെള്ളം. പിന്നെ എങ്ങനെയല്ലാത്ത ഗൈരി മുസ്തബ്ഹരിൻ, സമുദ്ര സമാനമാകാത്ത കെട്ടി നിൽക്കുന്ന വെള്ളം. കുറേ വെള്ളമുണ്ട് കെട്ടി നിൽക്കുന്ന ഒരു കുളമാണ്, പ്രശ്നമില്ല. ചെറിയ വെള്ളം ചിരട്ടയിലോ അല്ലെങ്കിൽ ചെറിയൊരു പിന്നെ കുടത്തിലോ ഒക്കെയുള്ള വെള്ളം കുറേ കാലമായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. കുറേ വെള്ളം ഉണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ, ഓർമ്മ ഉണ്ടോ? പിന്നെ നമ്മൾ അതിന് ശേഷം ഒരു കാര്യം, അതിനുശേഷം നമ്മളെ ഭാഗത്തൊന്നും പ്രത്യേകിച്ച് പ്രസക്തമല്ലാത്തൊരു കാര്യം, ചില മേഖലകളിൽ മാത്രം, ഉഷ്ണമേഖലയിൽ മാത്രം, അതേപോലെ പണ്ട് കാലത്ത് ഈ മരുഭൂമികളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഉഷ്ണമേഖലയിലെ പിന്നെ സാഹചര്യത്തിൽ മാത്രം ഉപയോഗപ്രദമായ ഒരു മസലയും കൂടി താഴെ പറയുന്നുണ്ട്. ഇതാ നോക്ക്, വയുക്റഹു കറാഹത്താണ്. എന്താണ്? വയുക്റഹു വുളൂ ചെയ്യൽ കറാഹത്താണ്. എന്താണ്? മിനൽ മായി ഷദീദുൽ ഹരി, മിനൽ മായി വെള്ളത്തിൽ നിന്ന്. എങ്ങനെയുള്ള വെള്ളം? ഷദീദുൽ ഹരി, ശക്തമായ ചൂടുള്ള വെള്ളം, വൽ ബർദി, ശക്തമായ തണുപ്പുള്ള വെള്ളം, എക്സ്ട്രീം കോൾഡും എക്സ്ട്രീം ഹീറ്റുമുള്ള വെള്ളത്തിൽ വുളൂ ചെയ്യൽ കറാഹത്താണ്. അതേപോലെ കാരണം എന്താണ്? അല്ലെങ്കിൽ നമ്മൾ അവയവത്തിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടു പോവാം. ശക്തമായ ചൂടുള്ള വെള്ളമാണെങ്കിലും ശക്തമായ തണുപ്പുള്ള വെള്ളമാണെങ്കിലും എന്താണ്? അപകടമാണ്, അവയവത്തിൻ്റെ സ്വാധീനമൊക്കെ ഉപയോഗം നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് കറാഹത്താണ്. അതേപോലെ വൽ മുഷമ്മഷു ഫി ഇനായിൻ
വൽ മുഷമ്മഷു സൂര്യതാപമേറ്റ് ചൂടായ വെള്ളവും കറാഹത്താണ്. എവിടെ ചൂടായി? ഫി ഇനായിൻ ഒരു പാത്രത്തിൽ, മുന്തബിഇൻ എന്താണ് മെനഞ്ഞ പാത്രം, മെടഞ്ഞുണ്ടാക്കിയ പാത്രത്തിൽ സൂര്യതാപമേറ്റ് ചൂടായ വെള്ളം കൊണ്ട് ഒളു ചെയ്യലും കറാഹത്താണ്. എന്തുകൊണ്ട്? ഏതുപോലെയുള്ള മെടഞ്ഞ പാത്രമാണ്? കൽ ഹദീദി ഇരുമ്പ് പോലെയുള്ള, വന്നുഹാസി ചെമ്പ് പോലെയുള്ള, വർ റസാസി ഈയം പോലെയുള്ള, ചെമ്പ് കൊണ്ടോ ഈയം കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ അലുമിനിയം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പാത്രം. ആ പാത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യതാപമേറ്റ് ചൂടായ വെള്ളം, ആ ചൂടായ വെള്ളം കൊണ്ട് വുളു ചെയ്യൽ എന്താണ്? കറാഹത്ത്. നമുക്ക് സാധാരണ ഒരു ഇരുമ്പിൻ്റെ പാത്രം വെച്ചിട്ട് പിന്നെ സൂര്യൻ്റെ ചൂടിൽ അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നില്ലേ എന്തൊക്കെയോ ചെറിയ ഒരു ലിക്വിഡ് ഇറങ്ങിയിട്ടുണ്ടാവും, വെള്ളത്തിൻ്റെ കളർ മാറിയിട്ട് മുകളിലൊരു പിന്നെ എന്താണ് ഒരു അല്ലേ മുകളിലൊരു മഴവില്ല് മാതിരിയൊക്കെ ഉണ്ടാവും, കണ്ടിട്ടുണ്ടാവും നിങ്ങൾ? പരിചയമുണ്ടാവും. ഈ നമ്മൾ പണ്ട് നമുക്ക് ഓർമ്മ ചിരട്ടയിലൊക്കെ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ, ചിരട്ടയിൽ അങ്ങനെ ആവല്ല, ഇരുമ്പിൻ്റെ കഷ്ണത്തിലൊക്കെ ഉള്ള വെള്ളത്തിലുണ്ടാവും. നല്ല സൂര്യൻ്റെ ചൂടേറ്റ് കഴിഞ്ഞാൽ ആ ഇരുമ്പിൻ്റെ എന്തൊക്കെയോ ലായനി ഇറങ്ങി വന്നിട്ടുണ്ടാവും, എന്തൊക്കെയോ ലിക്വിഡ്. അതെന്താണ്? ആരോഗ്യത്തിന് കേടാണ്. സൂര്യൻ്റെ ചൂടാകുന്ന സമയത്ത് നമ്മൾ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പറയുന്നില്ലേ, പ്ലാസ്റ്റിക്കിൽ ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല. എന്ത്? പ്ലാസ്റ്റിക്കിൻ്റെ ചില എന്ത് ചെയ്യും മെറ്റീരിയൽസ്, ചില നമ്മൾ കണ്ണിൽ കാണാത്ത ചില സംഗതികൾ എന്ത് ചെയ്യും വെള്ളവുമായിട്ട് മിക്സ് ആവും. ഇതേപോലെ ഇരുമ്പ് പിന്നെന്താണ് മെടഞ്ഞുണ്ടാക്കി, ഇപ്പോൾ പിന്നെ മിനുസമായി സോഫ്റ്റ് മെഷീനിൽ വെച്ചുണ്ടാക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പണ്ട് അങ്ങനെയല്ലല്ലോ, മെടഞ്ഞുണ്ടാക്കുന്ന മാത്രമല്ലേ, അത് വേഗം തുരുമ്പിച്ചാലും അല്ലെങ്കിലൊക്കെ എന്ത് ചെയ്യും ആ സൂര്യൻ്റെ ചൂടേൽക്കുന്ന സമയത്ത് ആ ഇരുമ്പിൽ നിന്ന് എന്തൊക്കെയോ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. അത് ഉപയോഗിക്കുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാവാനും ചിലപ്പോൾ അത് പിന്നെ ആസിഡിക് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലേ, ആസിഡിക് ആവാനും അതേമാതിരി നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അത് എവിടെയാണ് ഈ സൂര്യതാപമേറ്റ് ചൂടായ വെള്ളം? ബിഖുത്രിൻ ഹാരിൻ ഉഷ്ണമേഖലയിൽ, ഫി വഖത്തിൻ ഹാരിൻ ഉഷ്ണ സമയത്ത്, നട്ടുച്ച പോലെയുള്ള ഉഷ്ണ സമയത്ത് ഉഷ്ണമേഖലയിൽ സൂര്യതാപമേറ്റ് ചൂടായ ചെമ്പ് പാത്രത്തിലോ അല്ലെങ്കിൽ ഇരുമ്പ് പാത്രത്തിലോ ഉള്ള വെള്ളം അതുകൊണ്ട് ഉതുർക്കാൻ പാടില്ല. നമുക്കതെന്തല്ല പോസിബിൾ അല്ലേ, നമുക്കത് ആലോചിക്കുമ്പോൾ പറ്റുന്നില്ല. പണ്ട് കാലത്ത് അങ്ങനെ അറബികളൊക്കെ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഉപയോഗിച്ചിരുന്നു, മനസ്സിലായില്ല? അത് അതിനെ പറയുന്നത്. ഇനിയോ വയഹറുമു നിഷിദ്ധമാണ് അത്തത്ഹീറു. ഒന്ന് വായിച്ചേ, പിന്നെ ഷാനിക്കൊന്ന് വായിച്ചേ. മതി കുറച്ചായിട്ട്. വയഹറുമു നിഷിദ്ധമാണ്, ശുദ്ധീകരിക്കൽ നിഷിദ്ധമാണ്, മോഷ്ടിച്ച വെള്ളം കൊണ്ട് പിടിച്ചു പറിച്ച വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കൽ നിഷിദ്ധമാണ്, ഹറാമാണ്. അത് ഹറാമാണ്. മറ്റുള്ളവൻ്റെ അനുവാദമില്ലാതെ അവനിൽ നിന്ന് പിടിച്ചു പറിച്ച വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കൽ എന്താണ്? ഹറാമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കാരണം അവന് തൃപ്തിയില്ലാത്ത വെള്ളമല്ല. അതേപോലെ നമ്മൾ ഇതിപ്പോൾ വെള്ളത്തിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നത്, ഇനി നമ്മൾ ഉളുവിൻ്റെ വിഷയം ആയതുകൊണ്ട് ഇനി മറ്റൊരുത്തൻ്റെ പിടിച്ചു പറിച്ച ഡ്രസ്സ് ഉപയോഗിച്ചിട്ട് നിസ്കരിച്ചു, ആ ഹറാമാണ്. പിടിച്ചു പറിച്ച ഭൂമിയിൽ നിസ്കരിച്ചു, ഹറാമാണ്. അതൊക്കെ ഹറാമാണ്. പക്ഷേ നിസ്കാരം സഹീഹാണ്. ഇവിടെ വുളു എടുത്താൽ വുളു സഹീഹാണ്, പക്ഷേ അത് ഹറാമാണ്. വുളു സഹീഹാവന് വെള്ളമായാൽ മതി, ശുദ്ധമായ വെള്ളമായാൽ മതി, പിടിച്ചു പറിച്ചതാണെങ്കിൽ അല്ലാത്തതാണെങ്കിൽ. പക്ഷേ ആ വുളു ചെയ്യൽ എന്താണ്? ഹറാമാണ്. അതേപോലെ അടുത്ത വായിക്കേ. വമാഇൻ മുസബ്ബലിൻ ഒരുക്കപ്പെട്ട വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കലും ഹറാമാണ്. എന്തിനു വേണ്ടി? ലിഷുർബി കുടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടിയിട്ട് വെള്ളം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ട് ഒന്നു കൊടുത്താലും അത് ഹറാമാണ്. കുടിക്കാൻ വേണ്ടി ഒരുക്കിയ വെള്ളത്തിൽ വുളു ചെയ്യരുത്. അപ്പോൾ കുടിക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ട വെള്ളം, മോഷ്ടിച്ചെടുത്ത വെള്ളം, പിടിച്ചു പറിച്ച വെള്ളം, അതിലൊക്കെ ശുദ്ധീകരിക്കൽ എന്താണ്? ഹറാമാണ്. അത് അള്ളാഹു എന്ത് ചെയ്യൂല? പുറത്തു തരൂല എന്നർത്ഥം. നിഷിദ്ധമാണ്, ശക്തമായ നിഷിദ്ധമാണ്. നമുക്കിനി ഒന്നും കൂടെ വായിക്കാം. നവാഖിദുൽ വുളു. റഫ്ഖൊന്ന് വായിച്ചേ. നവാഖിദുൽ വുളു എന്ന് പറഞ്ഞാൽ എന്താ? നാഖിലിൻ്റെ ബഹുവചനാണ് നവാഖിദ്. നാഖിലിൻ്റെ ഇത്രയുമാണ് നേരത്തെ പറഞ്ഞ സാധനങ്ങളാണ് കറാഹത്ത്. നമ്മൾ പാലിക്കേണ്ട കറാഹത്തുകൾ പറഞ്ഞല്ലോ, സുന്നത്തായി പ്രധാനപ്പെട്ട സുന്നത്തുകളായി പറഞ്ഞ. അപ്പോൾ എന്താ കറാഹത്തിൻ്റെ പരിധിയിൽ വന്നത്? എന്തൊക്കെയാണ്? ഇപ്പം പ്രധാനമായ സുന്നത്തുകളായി പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കൽ എന്താണ്? കറാഹത്താണെന്ന് അർത്ഥം. അതാണ് ഈ പ്രധാന കറാഹത്തുകൾ. നവാഖിദുൽ വുളു എന്ന് പറഞ്ഞാൽ എന്താ? വുളു മുറിയുന്ന കാര്യങ്ങൾ, വുളുവിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ. നാഖിലിൻ്റെ ബഹുവചനാണ് നവാഖിൽ. നാഖിൽ എന്ന് പറഞ്ഞാൽ പൊളിക്കുന്നവൻ. അപ്പോൾ വുളുവിനെ പൊളിക്കുന്ന കാര്യങ്ങൾ എന്നർത്ഥം. വുളുവിനെ പൊളിക്കുന്ന കാര്യങ്ങൾ. റൗഫ് ഒന്ന് വായിച്ചേ. വുളുവിനെ പൊളിച്ച് കളയുന്ന കാര്യങ്ങൾ 4 എണ്ണമാണ്. നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ്, കുറച്ച് വിശദീകരിച്ചിട്ട് പറയും.
വുളൂവിനെ പൊളിച്ചു കളയുന്ന മുറിച്ച് കളയുന്ന കാര്യങ്ങൾ 4 എണ്ണമാണ്. ഒന്നാമത്തത് വായിച്ചോ റഫ് വായിച്ചോ. الأول ആ خروج شيء خير ആ منيه മനിയിഹി فرج أو منيه من فرج മിൻ ഫർജിൻ أو ثقب സഖ്ബിൻ സഖ്ബിൻ أو ثقب تحت سرة والفرج തഹ്ത സുറത്തിൻ വൽഫർജു മുൻസദ്ദുൻ. നോക്ക് ഒന്നുകൂടെ. ഖുറൂജു ഷൈഇൻ വല്ലതും പുറപ്പെടലാണ്, വല്ല വസ്തുവും പുറത്തു വരലാണ്. ഖുറൂജു ഷൈഇൻ എന്ന് പറഞ്ഞാൽ വല്ല വസ്തുവും പുറത്തു വരലാണ്. ഗൈരി മനിയിഹി അവൻ്റെ മനിയല്ലാത്ത അവൻ്റെ ഇന്ദ്രിയമല്ലാത്ത വല്ലതും പുറത്തു വരലാണ്. സ്പേം അല്ലാത്ത വല്ലതും പുറത്തു വരലാണ്. മിൻ ഫർജിൻ എന്തിലൂടെ? ഗുഹ്യ ഭാഗത്തിലൂടെ. ഫർജ് പറഞ്ഞാൽ ഗുഹ്യ ഭാഗം, അത് മുൻദ്വാരമാവട്ടെ പിൻദ്വാരമാവട്ടെ, അതിനെക്കുറിച്ച് ഫർജ് എന്നറിയും. അപ്പോൾ എന്താണ്? ഗുഹ്യ ഭാഗത്തിലൂടെ മനിയല്ലാത്ത വല്ലതും പുറപ്പെടലാണ്. ഒന്നിരിക്കൽ എന്താണ്? ഗുഹ്യ ഭാഗത്തിലൂടെ. ഔ അല്ലെങ്കിൽ സഖ്ബിൻ ദ്വാരത്തിലൂടെ, തൊളയിലൂടെ. എങ്ങനെയുള്ള തൊളയാണ്? തൊള എന്ന് പറയല്ലേ, തൊള അല്ലെങ്കിൽ ദ്വാരം. എങ്ങനെയുള്ള ദ്വാരമാണ്? തഹ്ത സുറത്തിൻ പൊക്കിളിൻ്റെ താഴെ. സുറത്ത് പറഞ്ഞാൽ പൊക്കിള്, സുറത്ത് ഉറുക്കുബത്ത് പറയുന്നില്ലേ, പൊക്കിളിൻ്റെ താഴെയുള്ള ദ്വാരത്തിലൂടെ മനിയല്ലാത്ത വല്ലതും പുറത്തു വരലാണ്. ഏതവസ്ഥയിലാണ് പൊക്കിളിൻ്റെ താഴെ ദ്വാരമുള്ളത്? വൽ ഫർജു മുൻസദ്ദുൻ ഗുഹ്യ ഭാഗം അടക്കപ്പെട്ടിട്ടുണ്ട്. ചില അങ്ങനെ റെയർ കേസൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, ഗുഹ്യ ഭാഗം തുറന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ മാലിന്യങ്ങൾ പുറത്തു പോകണമല്ലോ, അതിനെന്ത് ചെയ്യും? ഒരു ദ്വാരം സെപ്പറേറ്റ് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിലൂടെ പുറത്തു വന്നാലും മതി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞത്? അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് എന്ത്? മുൻദ്വാരത്തിൽ കൂടിയോ പിൻദ്വാരത്തിൽ കൂടിയോ മനിയല്ലാത്ത വല്ലതും പുറത്തു വരിക. അത് ചരക്കല്ലാണെങ്കിലും ചോരയാണെങ്കിലും കാറ്റാണെങ്കിലും എന്താണെങ്കിലും മനി പുറത്തു വന്നാൽ എന്താവൂല? ഷാഫിഈ മദ്ഹബ് പ്രകാരം വുദൂ മുറിയില്ല. പിന്നെയോ വലിയ അശുദ്ധി ഉണ്ടാകും, ജനാബത്തുകാരനാകും, വുദൂ മുറിയില്ല. അവ കേവലം മനി വന്നതുകൊണ്ട് മാത്രം എന്താവുകയില്ല? വുദൂ മുറിയുകയില്ല. അപ്പോൾ പിന്നെ ജനാബത്തുകാരനായിട്ട് വുദൂവോടുകൂടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ സാധാരണ ജനാബത്തുകാരനായി കഴിഞ്ഞാൽ വുദൂവും കൂടി 2 അശുദ്ധിയും കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വുദൂ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് സുന്നത്താണ്? വുദൂ എടുക്കൽ സുന്നത്താണ് അല്ലേ? ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വുദൂ എടുക്കൽ സുന്നത്താണ്. വേറൊരു ഭാര്യയുമായിട്ട് ജിമായിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വുദൂ എടുക്കൽ സുന്നത്താണ്. അപ്പോൾ കേവലം ജനാബത്തുകാരന് മാത്രമായി സ്ത്രീയെ തൊട്ടിട്ടില്ല, മറ്റു വുദൂ പോകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, മനി മാത്രം പുറപ്പെട്ട് കഴിഞ്ഞു. അതെങ്ങനെ ഇപ്പോൾ ഉണ്ടാവാം. പിന്നെന്താണ്? എങ്ങനെ ഇപ്പോൾ ചില ആൾക്ക് നോട്ടം കൊണ്ട് തന്നെ ചിലപ്പോൾ മനിയൊക്കെ പുറപ്പെട്ടു പോവാം. അല്ലെങ്കിൽ ഭാര്യയുടെ സ്പർശനം ഏൽക്കുന്ന സമയത്ത് തന്നെ തുണിയുടെ മുകളിൽ തന്നെ സ്പർശനം ഏറ്റപ്പോൾ മനി പുറപ്പെട്ടു. അവന് വുദൂ ഉണ്ട്, ജനാബത്തുകാരനാണ്. അപ്പോൾ അവന് രണ്ടാമതും പിന്നെ ഭക്ഷണം കഴിക്കാൻ വുദൂ കൊടുക്കണമെന്നുണ്ടോ? ആവശ്യമില്ല. ആ വുദൂവിൽ തന്നെ ചെയ്യാം. കാരണം അവൻ്റെ വുദൂ നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ജനാബത്തുകാരനായിരിക്കുക വുദൂ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? അവന് ചെയ്യാം എന്നർത്ഥം. അതാണ്. അപ്പം ഇനി പുറത്തു വന്നത് വല്ലതും പുറത്തു വരിക എന്ന് പറഞ്ഞില്ലേ? എന്താ ചോദിച്ചേ? വല്ലതും പുറത്തു വരിക എന്ന് പറഞ്ഞില്ലേ? ആ വല്ലതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഐനൻ അത് തടിയാവട്ടെ, ഖാന ആ പുറത്തു വന്ന വസ്തു തടിയാവട്ടെ, ഔ അല്ലെങ്കിൽ റീഹൻ അത് എന്താണ് പുകയാവട്ടെ, കാറ്റാവട്ടെ. പുകയെന്ന് പറഞ്ഞാൽ കാറ്റ് കേട്ടാ, കീഴ്വായു എന്ന് പറയുന്നത് ആസാനം. അപ്പോൾ വന്നത് സോളിഡ് ആവട്ടെ ഗ്യാസ് ആവട്ടെ എന്നർത്ഥം. ഐന് എന്ന് പറഞ്ഞാൽ സോളിഡ്, ഖരവസ്തു ആവട്ടെ അല്ലെങ്കിൽ വാതകമാകട്ടെ. ഇനിയോ റത്തുബൻ എന്ന് പറഞ്ഞാൽ പച്ചയാവട്ടെ, ഔ അല്ലെങ്കിൽ ജാഫൻ ഉണങ്ങിയതാവട്ടെ. പച്ച എന്ന് പറഞ്ഞാൽ പച്ച കളറല്ല. പിന്നെയോ നനവുള്ളത് എന്നർത്ഥം, നനഞ്ഞ പച്ചയാവട്ടെ, ഔ അല്ലെങ്കിൽ ജാഫൻ ഉണങ്ങിയതാവട്ടെ. ഇനിയോ മുഅ്തഅദൻ പതിവായിട്ട് വരുന്ന വസ്തുവാവട്ടെ, ഔ അല്ലെങ്കിൽ നാദിറ വളരെ റെയറായിട്ട് വളരെ വിരളമായിട്ട് വരുന്ന വസ്തുവാവട്ടെ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? തടിയാവട്ടെ, കാറ്റാവട്ടെ, നനവുള്ള പച്ചയാവട്ടെ, ഉണങ്ങിയതാവട്ടെ, പതിവായിട്ട് വരുന്ന വസ്തുവാവട്ടെ,
വളരെ വിരളമായിട്ട് വരുന്ന വസ്തുവാവട്ടെ, എന്ത് വന്നാൽ എന്താണ് വുദൂ മുറിഞ്ഞു. മനസ്സിലായില്ലേ? ഇനി നോക്ക് മുത്തസിലൻ ഔ അല്ലെങ്കിൽ മുൻഫസില. മുത്തസിലൻ ആ വസ്തു ചേർന്ന് വന്നതാവട്ടെ, ഔ അല്ലെങ്കിൽ മുൻഫസില പിരിഞ്ഞു വന്നതാവട്ടെ എന്ന് പറഞ്ഞാൽ ആ നമ്മൾ എന്ത് പറഞ്ഞു, വല്ലതും പുറപ്പെട്ടാത്തിൻ്റെ വുദൂ മുറിഞ്ഞു പറഞ്ഞില്ലേ? വല്ലതും പുറപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ തന്നെ എന്താണ് വുദൂ മുറിഞ്ഞു കേട്ടോ. അത് പിരിഞ്ഞിട്ട് താഴെ വീഴണമെന്നില്ല, നമ്മളെ ഗുഹ്യഭാഗത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു കോലാമറ്റ് പോയി, കക്കൂസ് ജസ്റ്റ് പോയപ്പോൾ എന്ത് ചെയ്തു, ഒരു കോലോ ഒരു ഈർക്കിലാറ്റ് പോയി, അങ്ങനെ ഒന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ ഒരു വള്ളിയോ എന്തെങ്കിലും പോയി, മനസ്സിലായില്ല? അത് എന്ത് ചെയ്തു, പിന്തുവാരത്തിൽ കൂടെ വന്നു. അതിൻ്റെ ഒരു കഷ്ണം പിന്തുവാരത്തിൻ്റെ അകത്തുണ്ട്, ഒരു കഷ്ണം പുറത്ത് വന്നു, എങ്കിലും വുദൂ മുറിഞ്ഞെന്നർത്ഥം. അതാണ് ചേർന്ന് നിൽക്കുന്നതാവട്ടെ ഔ അല്ലെങ്കിൽ മുൻഫസില വേർപിരിഞ്ഞ് പോയതാവട്ടെ. ചേർന്ന് നിൽക്കുന്നതാവട്ടെ വേർപിരിഞ്ഞ് പോയതാവട്ടെ. ഇനിയോ തൗഅൻ സ്വയേഷ്ടപ്രകാരമാവട്ടെ ഔ അല്ലെങ്കിൽ കർഹ ബലം പ്രയോഗിച്ചിട്ടാവട്ടെ. മനസ്സിലായില്ലേ? ഒരാൾ വയറ്റിൽ, ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല, ഒരാൾ വയറ്റിൽ വന്ന് കുത്തിയപ്പം ബാക്കിലൂടെ കാറ്റ് പോയി, എങ്കിലും വുദൂ മുറിഞ്ഞു. ഒരാൾ വയറ്റിൽ വന്നിട്ട് കുത്തി അല്ലെങ്കിൽ വയറ്റ് പിടിച്ച് നെക്കി, അപ്പോൾ എൻ്റെ 1, 2 സാധിച്ചു അവിടെ തന്നെ. അയാൾ വയറ്റിൽ പിടിച്ച് നെക്കിയ സമയത്ത് എന്ത് 1, 2 അവിടെ തന്നെ പോയി, എങ്കിലും വുദൂ മുറിഞ്ഞു. അതാണ് തൗഅൻ എന്ന് പറഞ്ഞാൽ സ്വയേഷ്ടപ്രകാരമാകട്ടെ, കർഹൻ എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിച്ചിട്ടാവട്ടെ വുദൂ മുറിയും. അംദൻ ഔ സഹുവ മനഃപൂർവ്വമാകട്ടെ മറന്നുകൊണ്ടാവട്ടെ. തൗഅൻ എന്ന് പറഞ്ഞാൽ സ്വയേഷ്ടപ്രകാരം, അംദൻ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം. മനഃപൂർവ്വം ഒരാൾ എന്താണ്, അയാളെന്ത് ചെയ്തു, കീഴ്വായി പുറത്ത് വിട്ടതാവട്ടെ, അല്ലെങ്കിൽ സഹുവൻ മറന്നുകൊണ്ട്, വുദൂ ഉണ്ട് എന്നുള്ള വിഷയം മറന്നുപോയി, അല്ല മറന്നുകൊണ്ട് പോയി. ശരി, ഞാൻ നേരത്തെ വുദൂ എടുത്തു നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് പോവാണ്, ഞാൻ അറിയാണ്ട് എന്ത് ചെയ്തു, അറിയാണ്ട് ഞാൻ നിസ്കരിക്കാൻ പോവാണ് എന്ന വിഷയം മറന്നുപോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ബാക്കിലൂടെ കാറ്റ് വിട്ടു. പിന്നെയാണ് ഓർമ്മയത്, അല്ലോ ഞാൻ പീഡിയക്കല്ലല്ല പോകുന്നത്, വുദൂ എടുത്ത് നിസ്കരിക്കാനല്ല പോകുന്നത്, എങ്കിലും വുദൂ മുറിഞ്ഞു. അപ്പോൾ എത്ര രൂപങ്ങൾ പറഞ്ഞു ഇവിടെ. ഈ എങ്ങനെയാണെങ്കിലും എന്താണ് വുദൂ മുറിയും. വല്ലതും പോയോ, മനിയല്ലാത്ത വല്ലതും പോയോ എങ്കിലും വുദൂ മുറിഞ്ഞു. അത് എന്ത്, എങ്ങനെ, എപ്പോ എന്നൊന്നും നോട്ടമില്ല. മനസ്സിലായോ? മനസ്സിലായതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഏതെങ്കിലും അർത്ഥം കിട്ടാൻ പ്രയാസമുണ്ടോ? അർത്ഥം കിട്ടാത്തതുണ്ടോ റൗഫ്ക? നമ്മൾ പറഞ്ഞ ഇനിയോ വൽ മയ്യിത്തു മയ്യത്താകുന്നത്, അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. വൽ മയ്യത്തു മയ്യത്താകുന്നത് ലാ തൻതഖിലു തഹാറതുഹു, മയ്യത്തിൻ്റെ ശുദ്ധി പൊളിഞ്ഞു പോവുകയില്ല, മുറിഞ്ഞു പോവുകയില്ല, നഷ്ടപ്പെട്ടു പോവുകയില്ല. മയ്യത്തിൻ്റെ ശുദ്ധി മുറിഞ്ഞു പോവുകയില്ല, നഷ്ടപ്പെട്ടു പോവുകയില്ല. ബിഖുറൂജി ഷൈഇൻ, വല്ലതും പുറത്തു വരൽ കൊണ്ട്, മിൻഹു മയ്യത്തിൽ നിന്ന്. മയ്യത്തിനെ കുളിപ്പിച്ചതിന് ശേഷം വല്ലതും പുറത്തു വന്നു കഴിഞ്ഞാൽ മയ്യത്തിൻ്റെ ശുദ്ധി നഷ്ടപ്പെട്ടു പോവുകയില്ല. മയ്യത്തിനിക്ക് തക്ലീഫില്ലല്ലോ. തക്ലീഫ് ആർക്കാ? ജീവിച്ചിരിക്കുന്ന നമുക്കാണ് തക്ലീഫ്. എന്ത്? മയ്യത്തിനെ കുളിപ്പിക്കാൻ. എന്തിനു വേണ്ടിയിട്ട്? നിസ്കാരം. മയ്യത്തിനെ കുളിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ചേലാക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ മയ്യത്തിനെ കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. മരണം എന്നുള്ളത് വലിയ അശുദ്ധിയെ നിർബന്ധമാക്കുന്നൊരു കാര്യമാണ്. മരണം എന്നുള്ളത് വലിയ ശുദ്ധിയെ നിർബന്ധമാക്കുന്നൊരു കാര്യമാണ്. വലിയ ശുദ്ധി നിർബന്ധമായി കഴിഞ്ഞാൽ പിന്നെ അയാളെ മേൽ നിസ്കരിക്കാൻ പറ്റുമോ? ജനാബത്ത് കാരണം ഇല്ല. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കുളി? എന്തിനു? നിസ്കാരം, മയ്യത്ത് നിസ്കാരം ഹലാലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ കുളി. ആ നിസ്കാരം ഹലാലാവണം. നിസ്കാരം എന്താണ്? നമ്മളെ മേല് ഫർള് കിഫായാണ് അല്ലെ, മുഅ്മിനീങ്ങളുടെ മേല്. നമുക്ക് നിസ്കരിച്ചിട്ടാണ്, വേറെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ അള്ളാഹ് നമ്മളെ പിടികൂടും. എന്താ നിസ്കരിച്ചില്ല വെച്ചിട്ട്. ആ നിസ്കാരം സഹിയാവണമെങ്കിൽ എന്ത് വേണം? ആ മയ്യത്തിനെ കുളിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കുളി. മനസ്സിലായില്ലേ? മരണം എന്നുള്ളത് വലിയ ശുദ്ധിയെ നിർബന്ധമാക്കുന്ന ഒരു കാരണമാണ്. അപ്പോൾ വലിയ ശുദ്ധിയുള്ള ഒരുത്തൻ്റെ മേൽ നിസ്കരിക്കാൻ പറ്റൂല. അപ്പം നിസ്കാരം ഹലാലാവണമെങ്കിൽ എന്ത് ചെയ്യണം? മയ്യത്തിനെ കുളിപ്പിക്കണം. അതുകൊണ്ടാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ ഇനി കുളിപ്പിച്ച മയ്യത്തിൽ നിന്ന് വല്ലതും പുറത്തു പോയി കഴിഞ്ഞാലും മയ്യത്തിന് ശുദ്ധി നഷ്ടപ്പെട്ടോ? ഒന്നും പോകില്ല. ആ സാധനം നീക്കിയാൽ മതി. ആ പുറത്തു വന്ന സാധനം നീക്കിയാൽ മതി. രണ്ടാമത് വുദൂ എടുക്കലോ കുളിപ്പിക്കലൊന്നും ആവശ്യമില്ല. ഒരിക്കൽ കുളിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മേൽ ബാധ്യത. മനസ്സിലായില്ല? അതാണ് വൽ മയ്യത്തു ലാ തൻതഖിലു തഹാറത്തു ബിഖുറൂജി ഷൈഇൻ മിൻ, മയ്യത്തിൽ നിന്ന് വല്ലതും പുറപ്പെടൽ കൊണ്ട് മയ്യത്തിൻ്റെ ശുദ്ധി നഷ്ടപ്പെട്ടു പോവുകയില്ല. പിന്നെയോ വൈന്നമ, തീർച്ചയായും തജിബു നിർബന്ധമാണ്, ഇസാലത്തുൻ നജാസത്തി മിൻഹു, മയ്യത്തിൽ നിന്നും ആ നജസിനെ നീക്കം ചെയ്യൽ മാത്രമാണ് നിർബന്ധമാകുന്നത്. ഇസാലത്ത് പറഞ്ഞ നീക്കം ചെയ്യൽ, മയ്യത്തിൽ നിന്ന് ആ നജസിനെ നീക്കം ചെയ്യൽ മാത്രമാണ്
നിർബന്ധമാകുന്നത് എന്നർത്ഥം. ഇത് കുളീന്റെ കാര്യത്തിലും മയ്യത്തിന് ഇത് തന്നെയാണോ നിയമം? കുളീന്റെ കാര്യത്തിലും എന്ത്? അല്ല, അതായത് കുളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മയ്യത്തിന്റെ നിയമം ഇങ്ങനെ തന്നെയാണോ? കുളി നിർബന്ധമാകുന്ന രീതിയിൽ തന്നെ എന്തെങ്കിലും പുറത്തു വന്നു കഴിഞ്ഞാല് വീണ്ടും കുളിപ്പിക്കേണ്ടി വരുമോ? ഇല്ല, ഒന്നുമില്ല. നമ്മളത് പറഞ്ഞില്ലേ, മയ്യത്തിൽ നിന്ന് പുറത്തു വന്നത് കൊണ്ടോ ജനാബത്ത് എന്നല്ല നമ്മൾ കുളിപ്പിക്കും. നമ്മളെന്താണ് മരിക്കുക എന്നുള്ളത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തക്ലീഫില്ലല്ലോ. മരിക്കുക എന്നുള്ളത് എന്താക്കിയിട്ടുണ്ട്? ഒരു വലിയ അശുദ്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം വലിയ അശുദ്ധി ഉണ്ടാക്കൂല. അതിനുശേഷം എന്ത് വന്നാലും വലിയ അശുദ്ധി ചെറിയ അശുദ്ധി ഒന്നും ഉണ്ടാവില്ല. മയ്യത്തിനെ ഒരാൾ ജിമാ ചെയ്തു, മയ്യത്തിനാണ് അത് കുളിപ്പിക്കണം. മയ്യത്തിന് ജനാബത്തുകാരനായില്ലേ? മയ്യത്തൊരു പെണ്ണാണ്. ഒരു ജീവിക്കുന്ന ആൾ പോയിട്ട് എന്ത് ചെയ്തു? മയ്യത്തിന് ജിമാ ചെയ്തു കുളിപ്പിച്ചതിന് ശേഷം മയ്യത്തിനെ കുളിപ്പിക്കണം? ആവശ്യമില്ല. മയ്യത്തിന് എന്താവില്ല, മരിക്കുക എന്നുള്ള അവസാനം മയ്യത്തിനിക്ക് കുളി നിർബന്ധം ഒരു കാരണം എന്താണ്? മരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം എന്ത് വന്നാലും മയ്യത്തിന് തക്ലീഫില്ലാത്തതുകൊണ്ട് സംഭവിക്കൂല. തക്ലീഫുള്ളാക്കല്ല സംഭവിക്കുന്നത്. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മയ്യത്തിനിക്ക് തക്ലീഫില്ല. ശരിയല്ലേ? കാരണം മയ്യത്തിനിക്ക് ഒരു ശിക്ഷയില്ല. മയ്യത്തിനെ മേൽ നിസ്കരിച്ചില്ലെങ്കിലോ മയ്യത്തിനെ കുളിപ്പിച്ചിട്ടില്ലെങ്കിലോ മയ്യത്തിന് പ്രശ്നമുണ്ടോ? ഞമക്കാ പ്രശ്നം. മുസ്ലിമീങ്ങളായ നമ്മുടെ സമൂഹത്തിനാ പ്രശ്നം. കാരണം നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹ് നമ്മളെ പിടികൂടും. നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? മരിച്ചു എന്നതുകൊണ്ട് വലിയ ശുദ്ധി ഉണ്ടായിട്ടുണ്ട്. ആ വലിയ ശുദ്ധി നീക്കാൻ ചെയ്യാൻ എന്ത് ചെയ്യണം? കുളിപ്പിക്കണം. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അല്ലാണ്ട് പുറത്തു വന്നത് കൊണ്ടോ മയ്യത്തിന് ജിമാ ചെയ്തുകൊണ്ടോ മയ്യത്തിനിക്ക് ഒന്നും സംഭവിക്കൂല. ചെയ്താക്ക് പ്രശ്നം ഒന്നുമില്ലാണ്ട് ചെയ്താക്ക് വലിയ അശുദ്ധി ഉണ്ടാവും, ചെറിയ അശുദ്ധി ഉണ്ടാവും. മയ്യത്തിന് ജിമാ ചെയ്ത് കഴിഞ്ഞാലോ ആ ചെയ്തവൻ്റെ വലിയ അശുദ്ധി ഉണ്ടാവും. മയ്യത്തിന് തൊട്ട് കഴിഞ്ഞാലോ തൊട്ടവൻ്റെ ഒതു മുറിയും. മയ്യത്തിനിക്കൊന്നും പറ്റില്ല. മനസ്സിലായോ? സല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സംശയമുണ്ടോ? ഒന്ന് റെക്കോർഡിംഗ് കേൾക്കണം കേട്ടോ, അപ്പോൾ ക്ലിയർ ആവും ഒന്നും കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.